ഡയമെൻഷൻ ഓഫ് വെക്റ്റർ സ്പേസ്. ഒരു വെക്റ്റർ സ്പേസ് വി ഉണ്ട്, അതിൽ n വെക്റ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്തിൽ n വെക്റ്റേഴ്സ് ഉണ്ട്, അതിൻ്റെ ബേസിസിൽ n വെക്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ഡയമെൻഷൻ ഓഫ് വി ഈക്വൽ ടു n. അതായത് ബേസിസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് അതാണ് അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുക. അതായത് r⁻n ഡയമെൻഷൻ n, r³ ഡയമെൻഷൻ 3, r² ഡയമെൻഷൻ 2, r ഡയമെൻഷൻ 1. ഫസ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ? ഫൈൻഡ് ഡയമെൻഷൻ ഓഫ് ഈച്ച് സബ് സ്പേസ് ഓഫ്. പിന്നെ നമുക്ക് അറിയേണ്ടത് നമ്മൾ Pn പഠിച്ചതാണ്. അതായത് Pn മീൻസ് കളക്ഷൻ ഓഫ് ഓൾ പോളിനോമിയൽസ് അപ് ടു n അല്ലേ. അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് n+1 ആണ്. എക്സാമ്പിൾ പറയുക P3യിൽ കോൺസ്റ്റൻ്റ് ഉണ്ടാവും, ഫസ്റ്റ് ഡിഗ്രി ഉണ്ടാവും, സെക്കൻഡ് ഡിഗ്രി ഉണ്ടാവും, തേർഡ് ഡിഗ്രി ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്താണ്? 4 ആണ് വരിക. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫൈൻഡ് ഡയമെൻഷൻ ഓഫ് ഈച്ച് സബ് സ്പേസ് ഓഫ് r³ W ഈക്വൽ ടു DC മൈനസ് DC, C and D are റിയൽ നമ്പേഴ്സ്. W ഈക്വൽ ടു 2B, B0, B is a റിയൽ നമ്പർ. 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഡീനെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഡീനെ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താ വരിക? 1 - 1 0. സീനെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്താ വരിക? 0 1 അതായത് സി ഇല്ലാത്തടത്തൊക്കെ 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 0 1 0 1 എന്ന് വരും. ഇതെന്തായാലും ലീനിയർ ഇൻഡിപെൻഡൻ്റ് ആണ്. കാരണം വ്യത്യസ്ത ഒന്ന് നോക്കുക, ആണോ ഒന്ന് ചെക്ക് ചെയ്യുക. അതെങ്ങനെ ചെയ്യുക? A ഫസ്റ്റ് വെക്റ്റർ പ്ലസ് B സെക്കൻഡ് വെക്റ്റർ ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? B A - B A എന്ന് കിട്ടി ഈക്വൽ ടു 0 0 0 എന്ന് കൊടുത്തു. അപ്പോൾ A ഈക്വൽ ടു 0, B ഈക്വൽ ടു 0. സോ നമുക്ക് എന്ത് കിട്ടി? എസ് ഒരു ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ നമ്മൾ എനും ബീനും മാറ്റി നിർത്തിയിട്ട് ഡീനും സീനും മാറ്റി നിർത്തിയിട്ട് നമുക്ക് എത്ര വെക്റ്റേഴ്സ് കിട്ടി? 2 വെക്റ്റേഴ്സ് കിട്ടി. സോ അതിൻ്റെ ഡയമെൻഷൻ എന്താണെന്ന് മനസ്സിലായി? 2 ആണെന്ന് മനസ്സിലായി. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഫൈൻഡ് ഡയമെൻഷൻ ഓഫ് സബ് സ്പേസ് W ഓഫ് r⁴ സ്പാൻഡ് y 3 വെക്റ്റേഴ്സ് എഴുതി. ഇനി എന്ത് ചെയ്തു? A ഫസ്റ്റ് വെക്റ്റർ. ഇങ്ങനെ വെക്റ്റേഴ്സാണ് നമുക്ക് തരണതെങ്കിൽ 2 രീതിയിലാണ്, ഒന്ന് നേരത്തെ കണ്ട പോലെ. പിന്നുള്ളത് ഇങ്ങനെ വെക്റ്റേഴ്സാണ് തന്നെങ്കിൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്താൽ മതി? ഈ തന്ന വെക്റ്റേഴ്സിലെ എത്ര എണ്ണം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ A ഫസ്റ്റ് വെക്റ്റർ പ്ലസ് B സെക്കൻഡ് വെക്റ്റർ പ്ലസ് C തേർഡ് വെക്റ്റർ ഈക്വൽ ടു 0 എന്ന് എഴുതി. അപ്പോൾ -A + 3B - 5C, 2A + 4C, 5A + B + 9C, -2B + 2C ഈക്വൽ ടു 0 0 0 0 എന്ന് കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ കോഎഫിഷ്യൻസ് എഴുതി. -1 3 -5 0, അടുത്തത് 2 0 4 0, നെക്സ്റ്റ് 5 1 9 0, അവസാനത്തെ 0 -2 2 0. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? ആദ്യം 2നെ 0 ആക്കണം. അപ്പോൾ എന്താ ഫോർമുല? R2 ചേഞ്ചസ് ടു R2 + 2R1 അല്ലേ. അപ്പം പിന്നെ എന്താ ചെയ്തത്? അപ്പം അത് മൊത്തത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 0 6 -6 0. അടുത്ത 5നെ 0 ആക്കാൻ വേണ്ടി R3 ചേഞ്ചസ് ടു R3 + 5R1. എന്താ പ്ലസ് ചെയ്താൽ കാരണം 2 ഓപ്പോസിറ്റാണ്. ഓപ്പോസിറ്റ് സൈൻസ് വന്നാൽ പ്ലസ് ചെയ്യണം. അത് നമ്മൾ മൊത്തത്തിൽ അപ്ലൈ ചെയ്തപ്പോൾ എന്ത് വന്നു? 0 -16 16 0. അടുത്തത് അങ്ങനെ തന്നെ എഴുതി. നമുക്ക് മനസ്സിലായി ഈ തേർഡ് റോയും ഫോർത്ത് റോയും മൾട്ടിപ്പിൾസ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതങ്ങനെ എഴുതി. അപ്പോൾ നമുക്ക് അത് മൾട്ടിപ്പിൾസ് ആയതുകൊണ്ട് അതെന്ത് വന്നു? തേർഡ് റോയും ഫോർത്ത് റോയും മാത്രമല്ല, ഈ സെക്കൻഡ് റോ, തേർഡ് റോ, ഫോർത്ത് റോ, ഈ 2 റോസുകളും മൾട്ടിപ്പിൾസ് ആയിട്ടാണ്. 0 6 -6 0ൻ്റെ മൾട്ടിപ്പിളാണ് ആര്? 0 -16 16 0 അല്ലേ. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവില്ലേ? അതൊരു മൾട്ടിപ്പിൾ ഒരു നാച്ചുറൽ നമ്പറിൻ്റെ മൾട്ടിപ്പിൾ തന്നെ വരണമെന്നില്ല. ഇങ്ങനെ വന്നാലും മതി. ഇപ്പോൾ 16 2ൻ്റെ മൾട്ടിപ്പിളാണെന്നറിയാം. പക്ഷേ നിങ്ങൾക്ക് ചിലർക്ക് ഡൗട്ട് വന്നിട്ടുണ്ട് 16 6ൻ്റെ മൾട്ടിപ്പിളൊന്നുമല്ലല്ലോ എന്ന്. പക്ഷെ അങ്ങനെയല്ല ഉദ്ദേശിക്കണേ. നമ്പർ തന്നെ വേണമെന്നില്ല. മീൻസ് ഫ്രാക്ഷൻ ആയാലും മതി. അങ്ങനെ ഇപ്പോൾ അത് ഒരേ ഫോർമാറ്റിൽ ഇപ്പോൾ നോക്ക്. 0 6 -6 0ൻ്റെ മൾട്ടിപ്പിളാണോ 1 -16 16 0? അതായിരിക്കില്ല. അത് ഒരേപോലെ ഇങ്ങനെ ഏതോ ഒരു നമ്പർ ഇൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഒരു ഫോർമാറ്റിൽ കിട്ടും. ഇനി അതൊന്നും മനസ്സിലാക്കാത്ത ആൾക്കാർ എന്ത് ചെയ്താൽ മതി? ഇന്നത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? -16നെ 0 ആക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ ആരെയാണ് നോക്കുക? R2നെയാണ് നോക്കുക അല്ലേ. സെക്കൻഡ് കോളം
എന്താണ് 0 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെയും നോക്കുക, സെക്കൻഡ് റോനെയല്ലേ നോക്കുക. സെക്കൻഡ് കോളം 0 ആക്കാൻ നമ്മൾ സെക്കൻഡ് റോനെ നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകും? അങ്ങനെ ഒന്നും നോക്കാണ്ട് തന്നെ നമ്മൾ ആ ഇക്വേഷൻ എഴുതുമ്പോൾ ഇൻ്റർചേഞ്ച് ചെയ്യുക വെച്ചാൽ എന്ത് വരും? 6R3 പ്ലസ് 16R2 എന്ന് വരും. R3 ചേഞ്ചസ്. അപ്പോൾ നമുക്ക് ആ റോ മൊത്തം ഫുള്ള് 0 ആവും. അടുത്തതും ചെയ്യുമ്പോൾ എന്താ ഇക്വേഷൻ വരിക? R4 ചേഞ്ചസ് ടു R4 പ്ലസ് R4 അല്ല, 6 ആവാൻ എന്തിൻ്റെ ചെയ്യണം? 3R4 പ്ലസ് R2 ചെയ്യുമ്പോൾ നമുക്കത് ഫുള്ള് റോ 0 ആയിട്ട് കിട്ടും. അപ്പോൾ എന്തൊരു -A പ്ലസ് 3B മൈനസ് 5C ഈക്വൽ ടു 0. അടുത്തത് 6B മൈനസ് 6C ഈക്വൽ ടു 0. ഇപ്പോൾ റാങ്ക് ഓഫ് AB എന്ന് പറയുന്നത് 2 ആണ്. Nൻ്റെ വാല്യൂ 4 ആണ്. അപ്പോൾ N-6 എന്ത് വരും? N-6 4 - 2 2 എന്ന് വരും. അപ്പോൾ അവിടുന്ന് നമുക്ക് ഇവിടെ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഇവിടെ നമുക്ക് 2 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സാണ് കിട്ടി. സോ എന്ത് പറയാം? ഇത് ഡയമെൻഷൻ ഓഫ് W=2. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടത് ഇങ്ങനെ CB എന്നൊക്കെ പറഞ്ഞിട്ട് തരുന്ന സംഭവം. സെക്കൻഡ് കണ്ടത് നമ്മളെന്താ വെക്ടേഴ്സ് തന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് എന്താണ് അതിൻ്റെ ഡയമെൻഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് കണ്ടാൽ മതി? അതിലെത്ര ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് ഉണ്ടെന്ന് കണ്ടാൽ മതി. ചാലഞ്ച് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് സിമെട്രിക് മെട്രിക്സിൻ്റെ ഡയമെൻഷൻ എന്താ? സിമെട്രിക് മെട്രിക്സ് എങ്ങനെ എഴുതുക? ABBC. അപ്പോൾ നിങ്ങൾ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ എന്താ വരിക? ഡയഗണൽ എലമെൻറ്റ്സ് 0 ആവും. പിന്നെ ഈ പൊസിഷൻ ഉണ്ടല്ലോ അത് A ആവും, -A ആവും. ഇവിടെ നമ്മൾ എത്ര വേരിയബിൾസാണ് യൂസ് ചെയ്തിട്ട്? 3. അപ്പോൾ 3 ആൻസർ വരാൻ പോണത്. അപ്പോൾ നമുക്ക് അതിന് എന്ത് എഴുതാം? Aനെ പുറത്തേക്ക് എടുക്കുമ്പോൾ 1 0 0 0 എന്ന് വന്നു. Bനെ പുറത്തേക്ക് എടുക്കുമ്പോൾ 0 1 1 0 എന്ന് വന്നു. Cനെ പുറത്തേക്ക് എടുക്കുമ്പോൾ 0 0 0 1 വരും. അപ്പോൾ ഇവിടെ 3 വെക്ടേഴ്സ് വന്നു. ഒന്ന് 1 0 0 0, നെക്സ്റ്റ് 0 1 1 0, ലാസ്റ്റത്തെ 0 0 0 1. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവും ഇവർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. കാരണം ഡിഫറെൻറ്റ് പൊസിഷനിലാണ് നിൽക്കണം 1. എന്നാലും ഒന്ന് വെറുതെ എഴുതിക്കോളൂ. A പ്ലസ് A ഇൻറ്റു ഫസ്റ്റ് വെക്ടർ പ്ലസ് B ഇൻറ്റു സെക്കൻഡ് വെക്ടർ പ്ലസ് C ഇൻറ്റു തേർഡ് വെക്ടർ എന്താ വരിക? മെട്രിക്സ് 0 0 0 0 എന്നാണ് വരിക. അപ്പോൾ നമ്മളത് ഇൻറ്റു ചെയ്യുമ്പോൾ ABBC എന്ന് വരും ഈക്വൽ ടു 0 0 0. അവിടെ നിന്ന് എന്ത് കിട്ടും? A ഈക്വൽ ടു 0, B ഈക്വൽ ടു 0, C ഈക്വൽ ടു 0 എന്ന് വരും. ഇവിടെ എന്താ പറയണത്? V ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഇൻ V, then S ഈസ് ബേസിസ് ഫോർ V എന്നാണ് പറയണത്. ഇനി നമുക്ക് എന്താണ് പറയണത്? അതായത് n വെക്ടേഴ്സ് സ്പാൻ ചെയ്ത് V എന്നെങ്കിൽ എന്താണ് ഇവിടെ ഇതിന് പറയണത് എന്താ വെച്ചാൽ n ഡയമെൻഷനാണ് ഈ Vയുടെ സ്പേസ്. അങ്ങനെയാണെങ്കിൽ n ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്ന പറഞ്ഞത്? ബേസിസ് ഫോം ചെയ്യുന്ന. നമ്മൾ സ്പാൻ ചെയ്യണ്ടോന്നടക്കം നമുക്ക് ചെക്ക് ചെയ്യണ്ട. അതാണ് ഞാൻ മുന്നത്തെ ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ളത്. അതായത് സ്പാൻ ചെയ്യണമെന്ന് ചെക്ക് ചെയ്യണ്ട. ഇപ്പോൾ R³ 3 വെക്ടേഴ്സ് തന്നാൽ 3 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? അത് ഓട്ടോമാറ്റിക്കലി സ്പാൻ ചെയ്യും, ബേസിസ് ചെയ്യും. ഇനിയിപ്പോൾ മാർക്ക് കൂടുതൽ ചോദിക്കുമ്പോൾ അത് പോവാണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതിന് മാർക്ക് കളയുമോ എന്നുള്ളതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എന്താ നമുക്ക് 1 2 3 5 വെക്ടേഴ്സ് തന്നേക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? A ഇൻറ്റു ഫസ്റ്റ് വെക്ടർ പ്ലസ് B ഇൻറ്റു സെക്കൻഡ് വെക്ടർ പ്ലസ് C ഇൻറ്റു തേർഡ് വെക്ടർ പ്ലസ് D ഇൻറ്റു ഫോർത്ത് വെക്ടർ പ്ലസ് E ഇൻറ്റു അടുത്ത വെക്ടർ ഫിഫ്ത്ത് വെക്ടർ ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. ശരിക്കും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇതിനെ കോളം വൈസ് ആക്കി എഴുതിയാലും മതി. അപ്പോൾ ഇതൊക്കെ തന്നെയല്ലേ കിട്ടാൻ പോണത്. ഇങ്ങനെ കോളം ആയിട്ടല്ലേ കിട്ടിയേക്കുന്നത്. അത് നമ്മൾ റോ വൈസ് എഴുതുമ്പോൾ കുറച്ചും കൂടി ചെയ്യാനൊരു സുഖം. അപ്പോൾ നമുക്ക് എന്തൊക്കെ വരും? A ഈക്വൽ ടു 0, 2A പ്ലസ് B ഈക്വൽ ടു 0, -A പ്ലസ് 3B പ്ലസ് 2C ഈക്വൽ ടു 0, 3A മൈനസ് 2B മൈനസ് C പ്ലസ് 2D ഈക്വൽ ടു 0, 4A പ്ലസ് 3B പ്ലസ് 5C മൈനസ് 3D മൈനസ് 2E ഈക്വൽ ടു 0. കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റത്തേൽ A0 കിട്ടി, A0 ആയിട്ടാണ് കിട്ടിയേക്കണം. അപ്പോൾ Bയും 0 ആവും. Aയും Bയും 0 എന്നായിട്ടാണ് കിട്ടിയേക്കണം. അപ്പോൾ Cയും 0 ആവും. അപ്പോൾ നമുക്ക് ഈ എത്ര 5 വെക്ടേഴ്സും നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് കിടക്കണേ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അതിൻ്റെ ഡയമെൻഷൻ ഓഫ് W
5 ആണ്. കണ്ടോ, നേരത്തെ നമ്മൾ സിമെട്രിക്ക് പറഞ്ഞു. മറ്റേതില്ലേ, എന്താ പറയുക, സ്ക്യൂ സിമെട്രിക്ക്, അത് ഞാൻ ജസ്റ്റ് പറഞ്ഞുള്ളൂ, എഴുതിയിട്ടില്ല. അതെങ്ങനെയാണ്, ഡയഗണൽ എലമെൻറ്റ്സ് 0 ആയിരിക്കും. പിന്നെന്താ നമുക്ക് പറയാനുള്ളത്, ഡയഗണൽ എലമെൻറ്റ്സ് 0 പ്ലസ് നമുക്കൊരു കുറച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഫസ്റ്റ് എ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ കോളമായിട്ട് -a. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്താ പറയുക, മാത്രമല്ല യൂസ് ചെയ്തിട്ടുള്ളൂ. 2x2 മെട്രിക്സിൽ സ്ക്യൂ സിമെട്രിക്കിൽ എന്താ ഡയമെൻഷൻ വരിക, 1 ആണ് വരിക. ഇത് സിമ്പിളാണ്. ഇത് ഡയഗണലി മാത്രമേ എലമെൻറ്റ്സ് ഉള്ളൂ. ആദ്യം എനെ പുറത്തേക്ക് ഇടുക, പിന്നെ ബീനെ പുറത്തേക്ക് ഇടുക, സീനെ പുറത്തേക്ക് ഇടുക. ഈ ABC നിൽക്കുന്ന സ്ഥലത്ത് മാത്രം 1 വരും, ബാക്കിയൊക്കെ ഫുള്ള് 0 വരും. ഇത് കണ്ടാൽ തന്നെ അറിയാം എന്താ ഇത് ക്ലിയർ. ഇറ്റ് ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് എത്ര വെക്ടേഴ്സ് ഉണ്ട് ഇവിടെ, 3. അപ്പോൾ ഡയമെൻഷൻ ഓഫ് ഇത് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3 എന്ന് കിട്ടും. അപ്പോൾ അടുത്തുള്ളൂ. ഇനി നമുക്ക് ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ്, കോർഡിനേറ്റ് മെട്രിക്സ് ആൻഡ് ചേഞ്ച് ഇൻ ബേസിസ്. ഇതെന്തായാലും വരാൻ പോണതാണ്. ഫൈൻഡ് എ കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് -2, 1, 3 in R³ related to standard basis S equal to 1 0 0 0 1 0 0 0 1. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ, -2 1 3 ഈക്വൽ ടു A ഇൻറ്റു ഫസ്റ്റ് വെക്റ്റർ പ്ലസ് B ഇൻറ്റു സെക്കൻഡ് വെക്റ്റർ പ്ലസ് C ഇൻറ്റു തേർഡ് വെക്റ്റർ എന്ന് എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് കിട്ടും, ഇതിപ്പോൾ 1 0 0 0 1 0 ആയതുകൊണ്ട് നമുക്കതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ABC ആയിട്ട് എയുടെ വാല്യൂ -2, ബിയുടെ വാല്യൂ 1, സിയുടെ വാല്യൂ 3. ഒന്നും ചെയ്യേണ്ടി വന്നില്ലേ. ഇപ്പോൾ നമുക്കിത് വേറെ വ്യത്യാസമായ സാധനമാണെങ്കിൽ നമുക്ക് ചെയ്യേണ്ടി വരും. കണ്ടോ, 1 0 0 1 അല്ലാത്തത് ഇത് ഈ എക്സാമ്പിൾ. ഫൈൻഡ് കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് H ഈക്വൽ ടു 1 2 -1 ഓഫ് R³ റിലേറ്റീവ് ടു ബേസിസ് 1 0 1 0 -1 2 2 3 -5. അപ്പോൾ എന്ത് ചെയ്തു, നമ്മളെന്ത് ചെയ്തു, ഈ 1 2 -1 ഈക്വൽ ടു A ഇൻറ്റു ഫസ്റ്റ് വെക്റ്റർ പ്ലസ് B ഇൻറ്റു സെക്കൻഡ് വെക്റ്റർ പ്ലസ് C ഇൻറ്റു തേർഡ് വെക്റ്റർ എന്ന് എഴുതി. എന്നിട്ട് നമ്മൾ ABCയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ, അതായത് എനെയും ബിനെയും സീനെയൊക്കെ ഉള്ളിലേക്ക് കൊടുത്ത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, A + 2C, ഇവിടെ -B + 3C, A + 2B -5C ഈക്വൽ ടു 1 2 -1. കൂടുതൽ മാർക്കിൻ്റെ ഭാഗത്ത് വരികയാണെങ്കിൽ നിങ്ങൾ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുക, എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ചെയ്യുക, ABCയുടെ വാല്യൂ കണ്ടുപിടിക്കുക. പക്ഷേ ഞാൻ പറയട്ടെ, ഉത്തരം എന്താണെന്ന് നമുക്ക് നോക്കി വയ്ക്കാമല്ലോ. നമ്മൾ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ നമുക്ക് നോക്കി വയ്ക്കാമല്ലോ. അതായത് 3 മാർക്കിനൊക്കെ വരികയാണെങ്കിൽ അതൊന്നും നിൽക്കേണ്ട, സൈമലിക്കേഷൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ആൻസർ അങ്ങോട്ട് എഴുതി വയ്ക്കുക. ഇനിയിപ്പോൾ അത് ബി പാർട്ടിൽ വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, മെട്രിക്സ് കണ്ട ഒരു 3 മെട്രിക്സ് ആകുമ്പോഴേക്ക് നമുക്ക് ആൻസർ വരുന്നുണ്ട്. അതിനൊരു മാർക്ക് കൂടുതലുണ്ടെങ്കിൽ ഒന്ന് എഴുതാൻ ശ്രമിക്കുക. ഇനി ഫസ്റ്റിൽ എന്താ ചെയ്യേണ്ടത്, ഈ 1നെ 0 ആക്കണം. അതിനെന്താ ചെയ്യുക, R3 ചേഞ്ചസ് ടു R3 മെത്തേഡ്, അതായത് ഫസ്റ്റ് കോളത്തിൽ എലമെൻ്റ് ആണല്ലോ നമ്മൾ 0 ആക്കാൻ നോക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റോനെയാണ് നോക്കേണ്ടത്. അപ്പോൾ R3 ചേഞ്ചസ് ടു R3 -R1 ചെയ്യുമ്പോൾ എന്ത് വന്നു, 0 2 -5 -2 -7 -1 -1 -2 എന്ന് കിട്ടി. നെക്സ്റ്റ് നമ്മൾ ഈ 2നെ 0 ആക്കണം. 2നെ 0 ആക്കുക, R3 ചേഞ്ചസ് ടു R3, രണ്ട് ഓപ്പോസിറ്റ് സൈൻ ആട്ടോ, കാരണം ഈ 2നെയാണ് നമ്മൾ 0 ആക്കാൻ പോണത്. അത് സെക്കൻഡ് കോളത്തിലാണുള്ളത്. സെക്കൻഡ് കോളത്തിൽ ആൾക്കാർ 0 ആക്കുക, നമ്മൾ സെക്കൻഡ് റോനെയാണ് നോക്കുക. അപ്പോൾ എന്ത് കിട്ടും, R3 ചേഞ്ചസ് ടു R3 + 2R1. അത് ചെയ്യുമ്പോൾ 1 0 2 1 0 -1 3 2 0 0 -1 2. അപ്പോൾ എന്ത് കിട്ടി, -C1 ഈക്വൽ ടു 2, അതായത് C1ൻ്റെ വാല്യൂ -2. അതുപോലെ തന്നെ ഇത് കണ്ടോ, സൈമൾട്ടിപ്ലിക്കേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്നതാണ്. പക്ഷേ മാർക്ക് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ചെയ്യണ്ടേ. -B + 3C ഈക്വൽ ടു 2. അപ്പോൾ അവിടെ നിന്ന് എന്ത് കിട്ടും, അതേ സിയുടെ വാല്യൂ -3 എന്ന് കിട്ടിയിട്ടില്ല. -B + 3 × -2, 3 × -2 എന്താ, -6. -B -6 ഈക്വൽ ടു 2. അപ്പോൾ -B ഈക്വൽ ടു 8, B ഈക്വൽ ടു -8 എന്ന് കിട്ടി. നെക്സ്റ്റ് A + 2B ഈക്വൽ ടു, അത് A + 2C ഈക്വൽ ടു 1. സോ എയുടെ വാല്യൂ അറിയില്ല, സിയുടെ വാല്യൂ -2 ആണ്. അപ്പോൾ A - 4 ഈക്വൽ ടു 1. സോ എയുടെ വാല്യൂ 5, ABCയുടെ വാല്യൂ കിട്ടി. അതായത് 5 -8 -2 അത് അങ്ങോട്ട് കോളം വൈസ് എഴുതി. ഈ ഒരു സംഭവം തന്നെയാണ് നമുക്കുള്ളൂ. ഓക്കെ,
അതങ്ങനെ എഴുതാൻ വേണ്ടു. ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് നോട്ടിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്താ ചെയ്യുക, പോസ് ചെയ്യുക, ആൻസർ ചെയ്താൽ പോസ് ചെയ്യുക, ആൻസർ ചെയ്താൽ നമുക്ക് അതന്നെയല്ലേ കിട്ടണേന്നൊന്ന് നോക്കുക. ഇനി നമുക്ക് നോക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് ട്രാൻസിഷൻ മെട്രിക്സ് ആണ്. അതായത് ഈ ലാസ്റ്റ് ടോപ്പിക്ക് ചേഞ്ച് ഓഫ് ബേസിസ് ഇൻ R⁴n ട്രാൻസിഷൻ മെട്രിക്സ് ആണ്. ശരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യണം, പക്ഷേ ഇതിനൊരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ.